അമേരിക്കയിൽ വീണ്ടും ട്രംപ് യുഗം. 47-ാം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്സ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റായി JD വാൻസും അധികാരമേറ്റു. I, Donald John Trump, do solemnly swear. I, Donald John Trump, do solemnly swear. That I will faithfully execute. That I will faithfully execute. The office of President of the United States. The office of President of the United States. And will, to the best of my ability. And will, to the best of my ability. Preserve, protect, and defend. Preserve, protect, and defend. The Constitution of the United States. The Constitution of the United States. So help me God. So help me God. Congratulations, Mr. President. വാഷിംഗ്ടണിലെ US ക്യാപിറ്റോളിൽ നടന്ന ചടങ്ങിൽ ജോ ബൈഡൻ, കമല ഹാരിസ്, ബറാക് ഒബാമ, ഇലോൺ മസ്ക് അടക്കമുള്ളവർ എത്തിയിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പങ്കെടുത്തു. അമേരിക്കയുടെ സുവർണകാലത്തിന്റെ തുടക്കമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പ്രസംഗം തുടങ്ങിയത്. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. രാജ്യത്തെ അനധികൃത കുടിയേറ്റം തടയുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. From weeks ago, without even a token of defense, they're raging through the houses and communities, even affecting some of the wealthiest and most powerful individuals in our country, some of whom are sitting here right now. They don't have a home any longer. That's interesting. But we can't let this happen. Everyone is unable to do anything about it. That's going to change. We have a public health system that does not deliver in times of disaster, yet more money is spent on it than any country anywhere in the world. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും PP ജെയിംസും ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കരയും ചെയ്യും. ആദ്യം PP ജെയിംസിലേക്ക്. ജെയിംസ്, ഇതിനോടകം ചരിത്രത്തിന്റെ ഭാഗമായ ട്രംപിന്റെ രണ്ടാം വരവിൽ വളരെ കൃത്യമായ ശക്തമായ പ്രഖ്യാപനങ്ങൾ തന്നെ ആദ്യ ദിനം ഉണ്ടാകുന്നു. ഒപ്പം നിലപാട് കൃത്യമായി വ്യക്തമാക്കുന്നു ഡൊണാൾഡ് ട്രംപ്. എന്താണ്, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ സാധിക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട നയം കുടിയേറ്റ നയം, അത് കൃത്യമായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നു. ഒപ്പം എന്തായിരിക്കണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയുടെ സ്ഥാനം, അതുകൂടി വ്യക്തമാക്കുകയില്ലേ ട്രംപ്? തീർച്ചയായിട്ടും പ്രജിൻ, അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ട്രംപ് പറഞ്ഞു അനധികൃത കുടിയേറ്റത്തിന് വിലങ്ങിടും, അല്ലെങ്കിൽ അത് അനുവദിക്കില്ല. ദേശീയ അടിയന്തരാവസ്ഥ സദേൺ ബോർഡറിൽ, തെക്കൻ അതിർത്തിയിൽ, മെക്സിക്കൻ അതിർത്തിയിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തൻ്റെ ഇരുമ്പ് മുഷ്ടി പോലെയുള്ള ഈ കുടിയേറ്റ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 100 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഈ യുദ്ധങ്ങൾ ആരംഭിച്ചത് നിർത്തുന്നത് മാത്രമല്ല, ഒരു യുദ്ധം പുതുതായി ആരംഭിക്കാതിരിക്കുന്നതും യുദ്ധമില്ലാത്തതിന് തുല്യമാണ് എന്നുള്ള തരത്തിൽ സംസാരം നടത്തി. ഞാൻ പീസ് മേക്കർ ആയിരിക്കും, യൂണിഫയർ ആയിരിക്കും. അതൊരു പുതിയ ഇതാണ്. അമേരിക്കയെ വെട്ടിമുറിക്കുന്ന ആളെന്നുള്ള അപരാധം കേട്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റത്. കറുത്ത വംശജരെ മാറ്റി നിർത്തുന്നു, വെളുത്ത പ്രസിഡന്റ്. പക്ഷേ ഇത്തവണ ഞാനൊരു യൂണിഫയർ, അമേരിക്കയെ ഒരുമിച്ച് നിർത്തുന്ന ആളായിരിക്കും. ഒപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളിൽ മുന്നോട്ട് പോയി സമാധാന പീസ് മേക്കർ, ഒരുപക്ഷെ സമാധാനത്തിന് നൊബേൽ സമ്മാനം പ്രതീക്ഷിക്കുന്ന ഒരു പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇത്തവണ പശ്ചിമേഷ്യയിൽ യുദ്ധം നിർത്തുന്നതിലേക്ക്, വെടിനിർത്തലും അതുപോലെ തന്നെ ബന്ദികളെ വിട്ടയക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അധികാരത്തിൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ ഇതാ ഇസ്രായേലിലെ ബന്ദികളെ വിട്ടയച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വാക്കിന് വിലയുണ്ട്. ഇനി അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് സംസാരിക്കാൻ പോകുന്നു. ഉക്രൈൻ യുദ്ധം ഞാൻ അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് നിർത്തുമെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ അധികാരത്തിലെത്തി ആദ്യമായി സംസാരിക്കുന്ന ഒരു പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് ആയിരിക്കും എന്നുകൂടി സൂചനയുണ്ട് അതിൽ. എന്തായാലും ഉക്രൈൻ യുദ്ധവും മുന്നോട്ട് പോകാൻ എളുപ്പമല്ല. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞൊരിതുണ്ട്, നമ്മുടെ രാജ്യത്തെ അതിർത്തികൾ കാക്കാൻ നമ്മുടെ സൈന്യത്തെ ഉപയോഗിക്കാതെ, നമ്മുടെ ഡിഫൻസ് ബജറ്റിനെ നോക്കാതെ മറ്റു രാജ്യങ്ങളുടെ അതിർത്തി കാക്കാൻ വേണ്ടി പണം മുഴുവൻ ചെലവാക്കുന്നു. അത് ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഇറക്കിയ പണത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ പനാമ കനാലിൻ്റെ കാര്യത്തിൽ, പനാമ കനാലിൽ ഞങ്ങൾ അത് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം ചൈനയാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു. അപ്പം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റുന്നു. അമേരിക്കക്കാരുടെ പ്രൈഡ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ
മാറ്റിമറിക്കലിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ ജോ ബൈഡനെയും കമലാ ഹാരിസിനെയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അവരോടുള്ള വൈരാഗ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരെ ഇരുത്തിക്കൊണ്ടാണ് അകത്തും പുറത്തും പരാജയപ്പെട്ട അമേരിക്കൻ സർക്കാർ അമേരിക്കയുടെ ശക്തിയും പ്രൗഢിയും വീണ്ടെടുക്കും, ഐ വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് തന്റെ പ്രസംഗം. ജെയിംസ്, ഇങ്ങനെ ഈ രീതിയിൽ അമേരിക്ക അഭിവൃദ്ധി പ്രാപിക്കാനുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ വിമർശനങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങൾ ഉണ്ടാകാനുള്ള ചില പ്രഖ്യാപനങ്ങളും നയങ്ങൾ കൂടി ഇന്നത്തെ ആദ്യ പ്രസംഗത്തിൽ ട്രംപ് നടത്തി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി മുതൽ രാജ്യത്ത് ആൺ പെൺ എന്നീ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതായത് കൃത്യമായി ലക്ഷ്യം വെക്കുന്ന LGBTQ+ കമ്മ്യൂണിറ്റിയെ തന്നെയാണ് അവർ അംഗീകരിക്കില്ല എന്ന് പറയാതെ പറയുന്നുണ്ട് ട്രംപ്. ഒന്നത്, മറ്റൊന്ന് ഈ ഹരിത ചട്ടങ്ങളെല്ലാം പിൻവലിക്കും, ഈ ഖനനത്തിന് അനുമതി നൽകും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ അത് വിമർശന വിധേയമാകാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഒരുപക്ഷെ വലിയ വിമർശനം വരാവുന്ന ഒരു കാര്യമാണ്. കാരണം പുരോഗമനവാദികളും അതുപോലെ തന്നെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള പ്രശ്നം ഒരു വലിയ ഇതായിട്ട് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, ട്രാൻസ്ജെൻഡറിനെ അംഗീകരിക്കില്ല എന്നൊരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള നയം ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ട്രംപ് പൊതുവെ കൺസർവേറ്റീവ് ആണെന്നുള്ള നമുക്കറിയാം, പക്ഷെ ഇത്രയും തീവ്രമായൊരു നിലപാടെടുക്കും എന്ന് കരുതിയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ നയം വലിയ വിമർശനത്തിന് വിധേയമാവും. എന്ന് മാത്രമല്ല, ഇലക്ട്രിക് കാറുകൾ അതുപോലെ തന്നെ പരിസ്ഥിതിയെ രക്ഷിക്കുന്ന നീക്കങ്ങൾക്കെതിരെ ഉള്ള ഒരു വാണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ മാക്സിമം നമ്മൾ ഡ്രിൽ ചെയ്തെടുക്കും, ഡ്രിൽ ബേബി ഡ്രിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉണ്ട്, അത് ഇതെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോള താപനവും അതൊന്നും ഞങ്ങൾ കണക്കിലാക്കുന്നില്ല. അതുപോലെ കോവിഡിൻ്റെ കാലത്ത് കോവിഡ് വാക്സിൻ എടുക്കാതെ പുറത്താക്കപ്പെട്ട സൈനികരെ മുഴുവൻ തിരിച്ചെടുക്കുന്നു. ഇതൊക്കെ ഒരു പക്ഷേ വലിയ കോൺട്രവേഴ്സിക്ക് സാധ്യതയുണ്ട്. അതൊന്നും അദ്ദേഹം വലിയ രീതിയിൽ കാണുന്നില്ല. ഒപ്പം തന്നെ ഈ പനാമ കനാൽ തിരിച്ചുപിടിക്കാനുള്ള നീക്കം, ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റാനുള്ള നീക്കം, ഇതൊക്കെ മറ്റു രാജ്യങ്ങൾ വളരെ സംശയദൃഷ്ടിയോടെയാവും കാണുക. അതുപോലെ തന്നെ ചൈനയെ കുറിച്ചുകൂടി പറയാം. ചൈനയോട് ഒരു ഭാഗത്ത് അവിടുത്തെ പ്രസിഡന്റിനെ വിളിച്ച് വൈസ് പ്രസിഡന്റിനെ അവർ അയക്കുന്നു. 2018 ചൈന വിരുദ്ധ നയം കൊണ്ടാണ് ട്രംപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതേ ചൈനയെക്കുറിച്ച് തന്നെ ഒരേ സമയത്ത് വ്യാപാരം നടത്തുകയും മറുഭാഗത്ത് പനാമ കനാൽ ചൈന കൈവശം വെച്ചിരിക്കുകയാണെന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയോട് കുറച്ചുകൂടി നല്ല അടുപ്പമുള്ള നയമാണ് സ്വീകരിക്കാൻ സാധ്യത എന്ന് പറയുന്നു. പക്ഷേ കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിൽ അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ ഒരുപാട് ഇന്ത്യക്കാർ അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യക്ക് പൊതുവെ ചൈനയേക്കാൾ പാകിസ്ഥാനേക്കാൾ മുൻതൂക്കം ട്രംപ് ഭരണകാലത്ത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ശരി, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും PP ജെയിംസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.